മഹാത്മാ ചാരിറ്റബിൾ സൊസൈറ്റി നേതൃത്വം നൽകുന്ന കല്ലൂർ ആന്റണി മെമ്മോറിയൽ സ്നേഹഹസ്തം എന്ന വയോജന സാംസ്കാരിക കേന്ദ്രം നോർത്ത് പറവൂർ കോട്ടുവള്ളിയിൽ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്തു. സ്നേഹഹസ്തം ഇവിടെ ഉദ്ഘാടനം ചെയ്യാനായി ഞാൻ ഇതിനു മുമ്പ് ഇതിൻ്റെ ശിലാസ്ഥാപന ചടങ്ങിൽ പങ്കെടുത്തതാണ്. ഇന്ന് വളരെ വിശദമായി സംസാരിച്ചതാണ്. അതെ, ഈ സംരംഭത്തിന് എല്ലാവിധ നന്മകളും നടന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ചെയ്തു. സ്ഥല സൗകര്യങ്ങൾ സൗജന്യമായി നൽകിയ എക്സിക്യൂട്ടീവ് ഡയറക്ടർ കൂടിയായ ഫിലോ ആന്റണി അധ്യക്ഷയായി. ഞങ്ങൾക്ക് എന്തെങ്കിലും നന്മ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നത് കൊണ്ടാണ്, സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നത് കൊണ്ട്. അപ്പോൾ പ്രത്യേകിച്ചാണെങ്കിൽ അപ്പയ്ക്കാണെങ്കിൽ പ്രായമായ ആൾക്കാരോട് ഭയങ്കര സ്നേഹവും കരുതലൊക്കെ ഉള്ള ആളായിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓൾഡ് ഏജ് എന്നുള്ള രീതിയിൽ തന്നെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ സ്ഥലം കൊടുക്കാമെന്ന് 10 സെൻറ്റ് സ്ഥലം ഞങ്ങൾ സൗജന്യമായി തരാം, അവിടെ ഒരു ഓൾഡ് ഏജ് ഹോം ചെയ്യാൻ വേണ്ടി. പിന്നീട് അത് അവസാനം ഞങ്ങൾ തന്നെ അത് പൂർത്തിയാക്കേണ്ടി വന്നു. ബിൽഡിങ്ങും ഒക്കെ ഞങ്ങൾ തന്നെ പൂർത്തിയാക്കേണ്ടി വന്നു. അവർക്ക് ഇവർക്ക് നടത്തിക്കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങൾ തന്നെ അത് ഏറ്റെടുത്തു. ബിൽഡിങ്ങും പൂർത്തിയാക്കി. കോട്ടുവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് കെ.എസ്. ഷാജി മുഖ്യപ്രഭാഷണം നടത്തി. 2030 30% വയോജനങ്ങളായി മാറാനുള്ള സാധ്യത. ഇപ്പോൾ തന്നെ വയോജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ നമ്മുടെ സംസ്ഥാനം ഏറെ ചർച്ച ചെയ്യപ്പെട്ടു വരികയാണ്. ഒറ്റപ്പെടലിൻ്റെ വലിയ അവസ്ഥ, ആരും നോക്കാനില്ലാതെ ക്ലേശകരമായ ചുറ്റുപാടിൽ ജീവിക്കേണ്ടി വരുന്ന അവസ്ഥ. തൻ്റെ ജീവിതകാലം മുഴുവൻ അധ്വാനിച്ച് മക്കളെയെല്ലാം സംരക്ഷിച്ച് അവർ ഉന്നതമായ നിലയിൽ ആക്കി കഴിയുമ്പോൾ അവരെല്ലാം അവരുടേതായ ലക്ഷ്യങ്ങളും പാതകളുമൊക്കെ താണ്ടി നീങ്ങുമ്പോൾ ഒരുപക്ഷെ ആർക്കും വേണ്ടാതെ അവശേഷിക്കുന്ന കുറേ വൃദ്ധജനങ്ങളായി നമ്മൾ മാറിപ്പോവുകയാണ്. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷാരോൻ പനക്കൽ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വിജി ജോളി, ജയശ്രീ ഗോപികൃഷ്ണൻ, വാർഡ് മെമ്പർ പ്രഷീല ബെന്നി എന്നിവർ പ്രസംഗിച്ചു. കോർഡിനേറ്റർ ജോസഫ് നീറിക്കോട് പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചു. 25 പേർക്ക് താമസിക്കാനുള്ള സൗകര്യം നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. 2000 സ്ക്വയർ ഫീറ്റിലാണ് ഈ ഘട്ടം പൂർത്തിയാക്കിയിരിക്കുന്നത്. 2021 ഡിസംബർ 31 ബഹുമാനപ്പെട്ട MLA തന്നെയാണ് ഇതിൻ്റെ ശിലാസ്ഥാപനം നിർവഹിച്ചത്. 2 വർഷങ്ങൾക്ക് ശേഷമാണ് പൊതുജനങ്ങളിൽ നിന്നും യാതൊരുവിധ സംഭാവനകളും പിരിക്കാതെ, ഒരു പബ്ലിക് കോൺട്രിബ്യൂഷൻ വാങ്ങാതെ 23 ലക്ഷത്തിലധികം രൂപ ചെലവഴിച്ചുകൊണ്ട് നമ്മൾ ഈ സ്ഥാപനം പണികഴിച്ചു. ഇതോടനുബന്ധിച്ച് സൗജന്യ നേത്ര പരിശോധന ക്യാമ്പും നടന്നു. കെട്ടിടത്തിന്റെ ആശീർവാദ കർമ്മം ഫാദർ ഷിബിൻ കൂളിയത്ത് നിർവഹിച്ചു. CJ ജോയ്, സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ, നോർത്ത് പറവൂർ.